നിയുക്ത കേരള മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട് സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. കൊള്ളാം, അനുഗ്രഹം വാങ്ങാൻ പറ്റിയ ആൾ തന്നെ. അതോ പണ്ട് ഐസ്ക്രീം പാർലർ കേസിൻ്റെ പേരിൽ കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിച്ചതിനുള്ള പ്രത്യുപകാരമാണോ ഈ സന്ദർശനം? നമുക്കെല്ലാം അറിയാം, കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോൾ ആ കേസിൽ നിന്നും പിണറായി വിജയനാണ് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് എന്ന്. ഇനിയും പിണറായി വിജയനും മകളും നടത്തിയ അഴിമതി കേസുകളും സ്വാഹ ആക്കുക എന്ന ലക്ഷ്യം ഈ സന്ദർശനത്തിനുണ്ടോ എന്ന് ജനം സംശയിക്കുന്നു. കാരണം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ്റെ വീട് സന്ദർശിച്ചതായി ഞങ്ങളായും വായിച്ചില്ല. അതുപോലെ തന്നെ പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രി ആയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ വീടും സന്ദർശിച്ചതായി കാണുന്നില്ല. എന്തിനാണ് ഈ സന്ദർശനം എന്ന് ജനം ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനൊക്കില്ല സതീശ. അതോ അദാനിയുടെ നിർദ്ദേശാനുസരണമായിരുന്നുവോ? കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നു. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ സതീശൻ അദാനിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരിലൊരാളെ അയാളുടെ വീട്ടിൽ പോയി സന്ദർശിച്ച രംഗം. ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ സഖ്യങ്ങളെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക്, പ്രവർത്തന പദത്തിലേക്ക് വരികയില്ല എന്ന ഗതികേട് ആണ് ആരംഭത്തിലെ നാം കാണുന്നത്. രാവിലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ ഒരു കാര്യം, പിണറായി വിജയൻ 10 വർഷം മുമ്പ് അധികാരത്തിൽ വരുവാൻ വേണ്ടി പറഞ്ഞത് SNDP യോഗത്തിൽ മൈക്രോ ഫിനാൻസ് അഴിമതി നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ കൽത്തുറുങ്കിൽ അടയ്ക്കുമെന്നായിരുന്നു. പക്ഷേ അധികാരത്തിൽ വന്ന് 10 വർഷം പിന്നിടുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കൽത്തുറുങ്കിൽ പോയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ 1-ാം നമ്പർ കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നത് നാം കണ്ടു. ഇപ്പോൾ സതീശൻ്റെ സന്ദർശനത്തിലൂടെ അതിൻ്റെ പുതിയ രൂപവും ഭാവവും കൈവന്നു തുടങ്ങിയിരിക്കുന്നു. തുടക്കത്തിലെ ദയവായി ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്ത എന്നെപ്പോലെയുള്ള പാവങ്ങളെ നാറ്റരുത് എന്ന് ഒരപേക്ഷയുണ്ട്. കാരണം പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ഗീർവാണം മുഴക്കിയത് കൂട്ട് മതേതരത്വമാണ് എൻ്റെ ജീവവായു എന്നും അഴിമതിരഹിതമാണ് എൻ്റെ ആപ്തവാക്യമെന്നും നാഴികയ്ക്ക് 40 വട്ടം ഓരിയിട്ട പിണറായി സതീശൻ തുടക്കത്തിലെ അഴിമതിയുടെ കൂടാരമായ, സ്വജനപക്ഷപാതത്തിൻ്റെ കൂടാരമായ, പാവങ്ങളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നടുവല്ലും നട്ടെല്ലും തല്ലി ഒടിച്ച, രക്ഷാപ്രവർത്തനമെന്ന് അതിന് നാമകരണം ചെയ്ത, കടക്ക് പുറത്തു എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ പത്രപ്രവർത്തകരെ ആട്ടി ഓടിച്ച, വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയടാ എന്ന് അനുയായികളോട് ഗർജിച്ച ഒരു നരാധമനെ കാണുവാൻ പോയത് മ്ലേച്ഛവും നിന്ദ്യവും തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ അത്ര കൊതിയുണ്ടെങ്കിൽ എന്തായാലും നിയമസഭാ സമ്മേളനത്തിന് വരുമല്ലോ പ്രതിപക്ഷ നേതാവ്. പിന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സന്ദർശിക്കുന്നതാണെങ്കിൽ അതിന് ഒരു കുറിമാനം കൊടുത്തു വിട്ടാൽ പോരെ? അതിന് 100 കണക്കിന് ജീവനക്കാർ സെക്രട്ടേറിയറ്റിലുണ്ടല്ലോ. പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ രഹസ്യ സന്ദർശനം പോലെ നാട്ടുകാരെ വിഡ്ഢികളാക്കുന്ന പരസ്യ സന്ദർശനം? നിങ്ങൾ മിസ്റ്റർ സതീശൻ ഇന്നത്തെ ഈ ഒറ്റ പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ തനിനിറം പുറത്തു വരുന്നു എന്ന് എന്നെപ്പോലെയുള്ളവർ സംശയിക്കുകയാണ്. ഞങ്ങൾക്ക്, ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ കപട നാടകങ്ങൾ തിരിച്ചറിയുവാൻ ഉള്ള ശ്രമം നടത്തുന്നവരൊക്കെ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യും. സതീശൻ്റെ ഈ നടപടി മ്ലേച്ഛവും നിന്ദ്യവുമാണ് എന്ന് പറയുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. പിണറായി വിജയൻ്റെ നിഷ്ഠൂരമായ ഭരണത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരും അനുഭവിച്ച പീഡനങ്ങൾ താങ്കളുടെ മനക്കാമ്പിൽ അല്പമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ
ഈ നരാധമനെ സന്ദർശിക്കുകയില്ലായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തട്ടെ.